നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പ് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണല്ലോ. 2030 വേൾഡ് കപ്പിനുള്ള ക്വാളിഫയർ മത്സരങ്ങൾ എന്ന് ആരംഭിക്കും. അർജൻറ്റീന ഓൾറെഡി അടുത്ത വേൾഡ് കപ്പിന് യോഗ്യതയും നേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണ്. അർജൻറ്റീനക്കൊക്കെ ഇനി യൂറോപ്യൻ ടീമുകളുമായിട്ട് യുവേഫ നേഷൻസ് ലീഗ് പോലെയുള്ള ടൂർണമെൻറ്റിൽ കളിക്കാനുള്ള അവസരവും ഉണ്ടാകും എന്നുകൂടി TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. 2030 വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അത് ഒരു സെൻറ്റിനറി വേൾഡ് കപ്പ് എന്ന രൂപത്തിലാണ് ഫിഫ കാണുന്നത്. പ്രധാനമായും ആ ടൂർണമെൻറ്റ് നടക്കുന്നത് പോർച്ചുഗലിലും സ്പെയിനിലും മൊറോക്കോയിലും വെച്ചിട്ടാണ്. എന്നാൽ അതിൽ ചില മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ മത്സരങ്ങൾ അർജൻറ്റീന, ഉറുഗ്വായ്, പരാഗ്വായ് എന്നീ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങൾ ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈഡ് ആണ്. അർജൻറ്റീന, ഉറുഗ്വായ് ആൻഡ് പരാഗ്വേ അവർ ഓൾറെഡി അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ളതാണ്. പക്ഷെ അവർ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ വെറുതെ കളിക്കും. ഓൾറെഡി അവർ ക്വാളിഫൈഡ് ആണെങ്കിലും അത് പരാഗ്വൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് റോബർട്ട് ഹാരിസൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്, അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ TYC സ്പോർട്സ് ഈ റിപ്പോർട്ട് നൽകുന്നത്. അപ്പം അല്ലെങ്കിൽ പിന്നെ ഈ ടീമുകൾക്ക് മത്സരങ്ങളില്ലാതെ വരും. ബാക്കി 7 സൗത്ത് അമേരിക്കൻ ടീമുകൾ മാത്രം ക്വാളിഫയറുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ ടീമുകൾക്ക് കളിയില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അർജൻറ്റീന, ഉറുഗ്വായ് ആൻഡ് പരാഗ്വേ വിൽ ഹോസ്റ്റ് നെക്സ്റ്റ് വേൾഡ് കപ്പ്. കുറച്ച് മത്സരങ്ങൾ. അപ്പോൾ അത് നമുക്കറിയാലോ, 1930 ഉറുഗ്വായിൽ ആദ്യ ടൂർണമെൻറ്റ് നടന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സെൻറ്റനറി ഓർമ്മകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങളിൽ വേൾഡ് കപ്പിൻ്റെ കുറച്ച് മത്സരങ്ങൾ നടത്തുന്നത്. ബാക്കി 3 ഹോസ്റ്റുമാർ നമുക്കറിയാം, അത് യൂറോപ്പിലുള്ള ടീമുകളുമാണ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് കോണ്ടിനെൻസിൽ നടത്തുന്ന ആദ്യത്തെ വേൾഡ് കപ്പായിരിക്കും. ഒരു ഭൂഖണ്ഡത്തിലല്ലാതെ ഒന്നിലധികം ഭൂഖണ്ഡത്തിൽ നടത്തുന്ന ആദ്യ വേൾഡ് കപ്പായിരിക്കും എന്നർത്ഥം. ആഫ്രിക്കയിൽ മൊറോക്കോയിൽ കളിയുണ്ട്, യൂറോപ്പിൽ സ്പെയിനിലും അതുപോലെ പോർച്ചുഗലിലും കളിയുണ്ട്, ലാറ്റിൻ അമേരിക്കയിൽ പരാഗ്വേ, ഉറുഗ്വേ, അർജൻറ്റീന രാജ്യങ്ങളിൽ കളിയുണ്ട്. ഹാരിസൺ, അതായത് പരാഗ്വൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് പറയുന്നത് സൗത്ത് അമേരിക്കൻ നാഷണൽ ടീംസ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ പങ്കെടുക്കും, കളിക്കും. അവർ ഓൾറെഡി പ്ലേസസ് നേടിയിട്ടുള്ളവരാണ് എങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഒരു പുതിയ ടൂർണമെൻറ്റ് യുവേഫയുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് നടത്തും. ഓൾറെഡി 2030 വേൾഡ് കപ്പിന് യോഗ്യത നേടിയതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. വി ഹാവ് ഓൾറെഡി ക്വാളിഫൈഡ് ഫോർ ദി 2030 വേൾഡ് കപ്പ്. അതുപോലെ തന്നെയാണ് ഉറുഗ്വായും അർജൻറ്റീനയും. അതുകൂടാതെ തന്നെ 3.5 കൊല്ലം ഇനിയും അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള പ്രിപ്പറേഷൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കളിക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ടീമുകൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ 3.5 ക്വാളിഫിക്കേഷൻ സ്പോട്ടുകളാണ് ബാക്കി ഉണ്ടാവുക. അതായത് സൗത്ത് അമേരിക്കയിൽ നിന്ന് പിന്നെ 3 ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ സ്പോട്ടും പിന്നെ ഒരു ഹാഫ് സ്പോട്ടും ഉണ്ടായിരിക്കും. അത് ഈ ക്വാളിഫയറിലെ മത്സരങ്ങളുടെ ഫൈനൽ സ്റ്റാൻഡിംഗ് അനുസരിച്ചായിരിക്കും ടൂർണമെൻറ്റ് തീരുമാനിക്കപ്പെടുക. കൂടാതെ ടൂർണമെൻറ്റ് വിത്ത് യുവേഫ നേഷൻസ് ലീഗ് മാതൃകയിൽ യുവേഫയുമായി ചേർന്നൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കും. അതിൽ ഞങ്ങളുടെ ഈ ടീമുകൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അർജൻറ്റീനക്കും പരാഗ്വേക്കും അതുപോലെ തന്നെ ഉറുഗ്വായ്ക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് യുവേഫ നേഷൻസ് ലീഗിൻ്റെ വ്യത്യസ്ത ലീഗ് ഘട്ടങ്ങളുണ്ട്. അതായത് ലീഗ് 1, ലീഗ് 2, ലീഗ് 3 ഇങ്ങനെയൊക്കെയുണ്ട്. അതനുസരിച്ച് നിങ്ങൾ അതിൽ നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ചായിരിക്കും തീരുമാനം വരിക. സോ ഡിപ്പെൻഡിങ് ഓൺ യുവർ പൊസിഷൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് റവന്യൂ ആ ഒരു മാച്ചസുകളിൽ നിന്ന് ലഭിക്കും. അത് യൂറോപ്പിലായിരിക്കും ആ കളികൾ നടക്കുക എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും തീർത്തും വ്യത്യസ്തമായ രൂപത്തിലാണ് അവിടെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്നർത്ഥം. അപ്പോൾ ഇനിയുള്ള ചോദ്യം, കോൺമെബോളിൻ്റെ 2030 വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഷെഡ്യൂള് എന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂള് അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കും. കോൺമെബോൾ മാർച്ച് 2027 ആരംഭിക്കുന്ന തരത്തിലായിരിക്കും ഇതിൻ്റെ ഷെഡ്യൂൾ വരിക എന്നാണിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. അപ്പോൾ ഓൾറെഡി അർജൻറ്റീനയും ഉറുഗ്വായും പരാഗ്വയും ആ വേൾഡ് കപ്പിന് സൗത്ത് അമേരിക്കയിൽ നിന്ന് ക്വാളിഫൈഡ് ആണ്. പിന്നെ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗലും സ്പെയിനും ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ
മൊറോക്കോ ക്വാളിഫൈഡ് ആണ്. ആഫ്രിക്കയിൽ നിന്ന് ഇവരൊക്കെ ഹോസ്റ്റ് നേഷൻസ് എന്ന രൂപത്തിൽ വേൾഡ് കപ്പ് കളിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.